നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ വ്യവസായ മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടിരിക്കുന്നത്. അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള പേരുദോഷങ്ങൾ നാട്ടിലെല്ലാം പാട്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചലച്ചിത്ര മേഖലയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള വലിയൊരു ചൂടേറിയ ചർച്ചകളും വിവാദങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ആ ഒരു വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സുതാര്യമായി പ്രവർത്തിക്കുവാൻ, അവരുടെ സ്വകാര്യതയെ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് എന്ന് പരക്കെ ഒരു വിശ്വാസമുണ്ട്. ഇതിനെക്കുറിച്ച് നാട്ടിലൊരു സംസാരവുമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പലർക്കും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഒഴിയേണ്ടതായിട്ട് വന്നു. ചില ദിവസം മുമ്പ് രഞ്ജിത്ത് തൻ്റെ സ്ഥാനം ഒഴിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പിന്നാലെ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെല്ലാം ഭരണ നേതൃത്വം ഒന്നടങ്കം ഇന്നലെ രാജിവെച്ചൊരു കാഴ്ചയെ നമ്മൾ കണ്ടു. മോഹൻലാൽ രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഭരണസമിതി എല്ലാം തന്നെ രാജിവെച്ചതായിട്ട് നമ്മൾ കാണാനിടയായിത്തു. പലയിടങ്ങളിലും കണ്ട ഒരു തലക്കെട്ടാണ് അമ്മ അനാഥമായി എന്നുള്ളത്. അമ്മ അനാഥമാകേണ്ടുന്നൊരു സംഘടനയല്ല എന്നെല്ലാവർക്കും അറിയാം. താരങ്ങളുടെ സുരക്ഷിതത്വവും അവരുടെ വ്യവസായ മേഖലയിലെ താല്പര്യങ്ങളും എല്ലാം മുൻനിർത്തി എല്ലാവരുടെയും എല്ലാമായി നിലനിൽക്കേണ്ടുന്ന ഒരു സംഘടന കൂടെയാണ്. എന്നാൽ ഇപ്പോൾ തോറ്റു പിന്മാറിയ ഒരവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ തുടർഭാവി എന്തായിരിക്കുമെന്ന് എല്ലാവരും നോക്കിക്കാണുകയാണ്. ആരോപണ വിധേയരായിട്ടുള്ളവരാരും തന്നെ തുടർ ഭരണസമിതിയിൽ വരാൻ പാടില്ല എന്ന് ഒരു ഭാഗം ക്ഷണിക്കുമ്പോൾ, ഇതേ ആളുകളിൽ തന്നെ പലരും വീണ്ടും അതിലേക്ക് വരുമോ എന്നും നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. പരാതിയുടെ ഒരു പ്രളയം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ഓരോരുത്തരും മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ആരോപണങ്ങൾ തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം അത് കേവലം ആരോപണം മാത്രമായിരിക്കും. അതിന് വ്യക്തമായ തെളിവുകളോടുകൂടെ അത് വെളിപ്പെടുത്തിയാൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ ഒരാൾ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവരുടെ വായ തുറക്കുന്ന സാഹചര്യമാണ് കണ്ടത്. മിണ്ടാതിരുന്നവരൊക്കെ ഇത്രയും നാൾ എന്തുകൊണ്ട് മൗനമായി ഇരുന്നു എന്ന് പൊതുവെ ഒരു ചോദ്യമുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, മോശമായ സമീപനങ്ങൾ തങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി കൊടുക്കുവാൻ വൈകി എന്നതൊരു വാലിഡായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനും കൂടെ മറുപടി നൽകേണ്ടതായിട്ട് വരും. ഒരു വിഷയം ഉണ്ടായാൽ അപ്പോൾ തന്നെയല്ലേ അതിന് പരാതി കൊടുക്കേണ്ടത് എന്നത് ന്യായമായ ഒരു കാര്യമാണ്. ഇതിലേക്ക് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ, വേറെ എന്തെങ്കിലും മറയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. ഏതായാലും സ്വതന്ത്രമായി ഈ വിഷയത്തെ അന്വേഷിക്കുവാനും അതിനൊരു പരിഹാരം കണ്ടെത്തുവാനും ഒക്കെ അതിൻ്റെ നിയമ സാധ്യതകൾ മനസ്സിലാക്കി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് വരുമെന്ന് ന്യായമായി ചിന്തിക്കാം. ഏതായാലും കളങ്കിതരായി നിൽക്കുന്ന ഈ ഒരു താരസമൂഹത്തിന്, അല്ലെങ്കിൽ ജനപ്രിയരായിട്ടുള്ള താരങ്ങൾക്ക് ഒരു മടങ്ങിവരവ്, പൊതു ലോക ഭാഷയിൽ പറഞ്ഞാൽ അഗ്നിശുദ്ധി വരുത്തി മടങ്ങി വരുവാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് എല്ലാവരും നോക്കിക്കാണുകയാണ്. അമ്മ എന്ന സംഘടനയുടെ ഭാവി എന്താകും എന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. കാരണം പല ആളുകളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ മുടങ്ങുമോ, എന്തായിത്തീരുമെന്നതിനെ കുറിച്ച് വലിയ ആശങ്കകൾ ഒരു ഭാഗത്തുണ്ട്.
ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോൾ പല മേഖലകളിലും അവരുടേതായ കഴിവുകൾ തെളിയിക്കുകയും സാധ്യമായ രംഗങ്ങളിലെല്ലാം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ടുന്ന സംഘടനകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ലോകമാണ്. ഒന്നിച്ച് സഹകരിക്കുക എന്ന് പറയുമ്പോൾ ഈ സഹകരണം എന്ന വാക്ക് പോലെ ഇന്ന് അതിന് നെഗറ്റീവായിട്ടുള്ളൊരു മീനിങ് ആണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ അവർ ഉപയോഗിക്കുന്ന ആ വേർഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇന്ന് ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ. ഏതായാലും ഈ ദിവസങ്ങളിൽ അതിൻ്റെ തുടർ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാണുന്നത്. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾക്കും ഇതിനോട് ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിശ്ചയമായിട്ടും ഒരു പുത്തൻ അനുഭവമൊക്കെ നേടി ഈ സംഘടന തിരിച്ചു വരും. അല്ലെങ്കിൽ അതിനെ മേൽനോട്ടം വഹിക്കാൻ സ്ത്രീ സമൂഹത്തിൽ നിന്നുള്ള പ്രാതിനിധ്യവും അതിനകത്തുണ്ടാകണമെന്ന്, പ്രത്യേകിച്ച് ഈ പോസ്റ്റുകളിലേക്ക് അങ്ങനെയുള്ളവർ കടന്നു വരണമെന്നുള്ള ചർച്ചകളും ചൂടുപിടിക്കുമ്പോൾ എന്താണ് ഒരു തീരുമാനം എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. പുതിയൊരു വാർത്തയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.